ഇറാനും യുഎസും തമ്മിൽ നീണ്ടുനിന്ന ചർച്ചകൾക്ക് ശേഷവും യാതൊരു അന്തിമ തീരുമാനവും ഉണ്ടായില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ വിപണിയിൽ വലിയ ആശങ്കയ്ക്ക് കാരണമായിരിക്കുന്നത്. ഏകദേശം 21 മണിക്കൂർ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളും യാതൊരു ധാരണയിലും എത്താതെ പിരിഞ്ഞത്. ഈ സാഹചര്യം നിക്ഷേപകരെ ജാഗ്രതയോടെ മുന്നോട്ടു പോകാൻ നിർബന്ധരാക്കിയിരിക്കുകയാണ്. ഈ സംഘർഷം വീണ്ടും ശക്തമാകുമോ എന്ന ഭയമാണ് പ്രധാനമായും ഉയരുന്നത്. ഇരു രാജ്യങ്ങളും വീണ്ടും ആക്രമണം ആരംഭിച്ചാൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽപാതകളിലൊന്നായ ഹോർമൂസിലെ പ്രശ്നങ്ങൾ ഇനിയും വഷളാകും. ലോകത്തിലെ വലിയൊരു വിഹിതം ക്രൂഡ് ഓയിൽ ഈ കടലിലൂടെയാണ് കടന്നുപോകുന്നത്. ഇവിടെ ഉണ്ടാകുന്ന തടസ്സം എണ്ണവിലയെ നേരിട്ട് ബാധിക്കും. ഇറാൻ ഇതിനകം തന്നെ ഹോർമൂസ് വഴി പോകുന്ന കപ്പലുകളിൽ നിന്ന് ടോൾ പിരിവ് തുടരുന്നതായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് അന്താരാഷ്ട്ര വ്യാപാരത്തിനും വലിയ ആഘാതമുണ്ടാക്കും. ഈ നീക്കം തുടരുകയാണെങ്കിൽ വിപണിയിൽ കൂടുതൽ അസ്ഥിരത ഉണ്ടാകുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ക്രൂഡ് ഓയിൽ വില ഉയർന്നാൽ അതിന്റെ പ്രവാഹം ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വ്യവസ്ഥയിൽ കാണാം. പ്രത്യേകിച്ച് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് ഇത് വലിയ ഭാരം തന്നെയാണ്. അതിൽ ഇന്ത്യയും ഉൾപ്പെടുന്നു. എണ്ണവില കൂടുന്നതോടെ രാജ്യത്തിന്റെ ഇറക്കുമതി ചെലവ് വർദ്ധിക്കും. ഇത് പണപ്പെരുപ്പം കൂട്ടാനും സാധനങ്ങളുടെ വില ഉയരാനും ഇടയാകും. ഏകദേശം 5.8% വരെ ഇരു സൂചികകളും കഴിഞ്ഞ ആഴ്ചയിൽ നേട്ടം കൈവരിച്ചു. അവസാന വ്യാപാര ദിനത്തിലും സൂചികകൾ ഏകദേശം 1% വീതം ഉയർന്നു. എന്നാൽ ഭാവിയെക്കുറിച്ച് ആശങ്ക തുടരുന്നു. നിഫ്റ്റി ഫ്യൂച്ചർ വ്യാപാരം നെഗറ്റീവായി തുടരുന്നതാണ് അടുത്ത വ്യാപാര ദിവസം വിപണി താഴ്ന്നു തുടങ്ങാമെന്ന സൂചന നൽകുന്നത്. യുഎസ് ഇറാൻ ചർച്ചയിൽ വ്യക്തതയില്ലാത്തത് നിക്ഷേപകരെ കൂടുതൽ ജാഗ്രതയോടെ നിലനിർത്തും. വിദഗ്ധരുടെ വിലയിരുത്തൽ അനുസരിച്ച് നിഫ്റ്റി 23,600 24,350 ഇടയിൽ നിൽക്കാനാണ് സാധ്യത. 24,100 മുതൽ 24,200 വരെ ശക്തമായ പ്രതിരോധ നിലയുണ്ട്. ഈ പരിധി കടന്നു പോകാൻ കഴിഞ്ഞാൽ വിപണി വീണ്ടും ശക്തമായി ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ചിലരുടെ അഭിപ്രായം. ഇതിനിടെ ഇരു രാജ്യങ്ങളും 2 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അതിന് വിപണിയിൽ വലിയ ആശ്വാസം ലഭിച്ചിട്ടില്ല. കാരണം ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി തുറന്നിട്ടില്ല. ഇസ്ലാമാബാദിൽ തുടരുന്ന സമാധാന ചർച്ചകൾ എന്ത് മാറ്റമുണ്ടാകുമെന്നത് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നു. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ചർച്ചകൾ വിജയകരമല്ലെന്നാണ് സൂചന. ഇരു വിഭാഗങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നാണ് അറിയുന്നത്. ഈ സാഹചര്യം ഒരു സ്ഥിരതയായ സമാധാന ധാരണ ഉണ്ടാക്കുന്നത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഏറെ ഗുണകരമായിരിക്കും. ക്രൂഡ് ഓയിൽ വില താഴ്ന്നാൽ ഇറക്കുമതി ചെലവ് കുറയും. അതോടെ പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ സഹായിക്കും. കമ്പനികളുടെ ലാഭം മെച്ചപ്പെടാനും ഇത് സഹായമാകും. വിപണിയിലെ ആശങ്ക അളക്കാൻ ഉപയോഗിക്കുന്ന വോളറ്റിലിറ്റി ഇൻഡെക്സ് 19 താഴേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. ഇത് വലിയ അളവിൽ അനിശ്ചിതത്വം കുറച്ചതായി സൂചിപ്പിക്കുന്നു. എന്നാൽ ആഗോള സാഹചര്യത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ ഇത് സ്ഥിരമായ ഒരു പ്രവണതയാണെന്ന് പറയാൻ കഴിയില്ല. വിദേശ നിക്ഷേപകരുടെ നീക്കങ്ങൾ വിപണിക്ക് നിർണായകമാണ്. അടുത്ത ദിവസങ്ങളിൽ അവർ എങ്ങനെ പ്രതികരിക്കുമെന്നത് വിപണിയുടെ ദിശ നിശ്ചയിക്കും. അടുത്തിടെ വിദേശ നിക്ഷേപകർ ഓഹരികൾ വിറ്റയക്കുകയാണ് ചെയ്തിരുന്നത്. അതേസമയം ആഭ്യന്തര നിക്ഷേപകർ വിപണിയിൽ നിക്ഷേപം തുടരുന്നു. കഴിഞ്ഞ ആഴ്ച ആഭ്യന്തര നിക്ഷേപകർ വലിയ തോതിൽ നിക്ഷേപം നടത്തിയിരുന്നു. അടുത്ത ദിവസങ്ങളിൽ കമ്പനികളുടെ 4ാം പാദ ഫലങ്ങൾ പുറത്തുവരാനിരിക്കുകയാണ്. മാർച്ചിൽ അവസാനിച്ച ഈ കാലയളവിൽ സാമ്പത്തിക പ്രകടനങ്ങൾ വിപണിയെ സ്വാധീനിക്കും. കമ്പനികളുടെ ലാഭവും വളർച്ചയും സംബന്ധിച്ച വിവരങ്ങൾ നിക്ഷേപകർ പ്രധാനമാണ്. ക്രൂഡ് ഓയിൽ വില ഇപ്പോൾ ബാരലിന് $100 താഴെയാണെങ്കിൽ സ്ഥിരത വളരെ സ്ഥിരമല്ല. ബ്രെന്റ് ഏകദേശം $95 മറ്റും ക്രൂഡ് ഓയിൽ സൂചികകൾ അതിന് സമീപവുമാണ്. ചർച്ചകൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ വില കുറയാം. എന്നാൽ ചർച്ചകൾ വീണ്ടും പരാജയപ്പെട്ടാൽ വില കുതിച്ചുയരും. ഇറാൻ ഹോർമൂസ് കടലിടുക്ക് സ്ഥാപിച്ച മൈനുകൾ നീക്കം ചെയ്യുകയാണെന്ന് റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇത് കപ്പൽ ഗതാഗതം സാധാരണ നിലയിലാക്കാൻ സഹായിക്കാം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുന്നു. അതേസമയം ഇറാന്റെ വിദേശ ബാങ്കുകളിൽ മരവിപ്പിച്ചിട്ടുള്ള ഏകദേശം $600 കോടി ആസ്തി വിട്ടുകൊടുക്കുമെന്ന റിപ്പോർട്ട് യുഎസ് തള്ളി. ഈ പണം ഏറെക്കാലമായി തടഞ്ഞുവെച്ചതാണ്. ഇത് ഇറാനിൽ ലഭിച്ചിരുന്നുവെങ്കിൽ വലിയ ആശ്വാസമായേനെ. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുൻപ് നടന്നിട്ടുണ്ട്. എന്നാൽ വിവിധ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാരണം ഈ വിഷയം മുന്നോട്ട് പോയിട്ടില്ല. ഈ പണം വിട്ടുകൊടുക്കുന്നില്ല എന്ന് വ്യക്തമായതോടെ ഇറാന്റെ പ്രതീക്ഷകൾ വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. ഇതിനിടെ സ്വർണ്ണവിലയും മാറ്റങ്ങൾ കാണിക്കുന്നു. അനിശ്ചിതത്വം കൂടുമ്പോൾ സാധാരണയായി സ്വർണ്ണത്തിന് ആവശ്യകത കൂടും. കേരളത്തിൽ സ്വർണ്ണവിലയിൽ ചെറിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആഗോള സാഹചര്യങ്ങൾ അനുസരിച്ച് വരും ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ മാറ്റങ്ങളുണ്ടാകും. ഓഹരി വിപണിയിൽ അടുത്തിടെ നഷ്ടവും രേഖപ്പെടുത്തി. 5 ദിവസം തുടർച്ചയായി നേട്ടം നേടിയതിനു ശേഷം വിപണി താഴ്ന്നു. ഇതിന് പ്രധാന കാരണം US ഇറാൻ വെടിനിർത്തൽ കരാറിലെ അനിശ്ചിതത്വമാണ്. ബാങ്കിംഗ്, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മേഖലയിൽ കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തി. എന്നാൽ ചില മേഖലയിൽ ചെറിയ നേട്ടവും നേടി. ഇതിനൊപ്പം അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയും ചെറിയ തോതിൽ ഇടിഞ്ഞു. ഇത് കൂടി വിപണിയിൽ ആശങ്ക സൂചിപ്പിക്കുന്നു. ഇറാനും യുഎസും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആഗോള വിപണികളെ ശക്തമായി ബാധിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക്, ക്രൂഡ് ഓയിൽ വില, സ്വർണ്ണവില, ഓഹരി വിപണി എന്നിവയെല്ലാം ഈ സംഘർഷത്തിന്റെ സ്വാധീനത്തിൽ തുടരുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ചർച്ച എങ്ങനെ മുന്നോട്ട് പോകുമെന്നതിനെ ആശ്രയിച്ചിരിക്കും വിപണിയുടെ ദിശ. സമാധാന ധാരണ ഉണ്ടാകുകയാണെങ്കിൽ വിപണി സ്ഥിരതയിലേക്ക് മടങ്ങും. ഇല്ലെങ്കിൽ അനിശ്ചിതത്വം തുടർന്നേക്കും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.